Good afternoon. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് എവിടെ എടുത്തത്? ആറാമത്തെ ഇൻഡിക്കേറ്റർ വരെ. ആറാമത്തെ ഇൻഡിക്കേറ്റർ വരെ. ഓക്കെ ഓക്കെ. സിക്സ്ത് വൺ അല്ലെ, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വരെയാണ് എടുത്തത് അല്ലെ. ഓക്കെ, ആ ആറെണ്ണം ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് സെവൻത് വൺ ആണ് കേട്ടോ. സെവൻത് വൺ എന്താ? പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. എന്താ? അൺപ്ലാൻഡ് റിട്ടേൺ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള ആസൂത്രിതമല്ലാത്ത അല്ലെ, പ്ലാൻ ചെയ്യാത്ത തിരിച്ചുവരവ്. എത്രത്തോളം പേഷ്യൻസ് പ്ലാൻ ചെയ്യാതെ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മളൊരു സർജറി ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കറിയാം, എന്താ പ്ലാൻ ചെയ്ത് കൃത്യമായ ദിവസം കൃത്യമായ സമയമൊക്കെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തല്ലേ സർജറീസ് ഒക്കെ നടത്തുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആസൂത്രണം ചെയ്യാത്ത രീതിയിൽ, അതായത് അൺപ്ലാൻഡ് റിട്ടേൺ ടു ദ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എനി സെക്കൻഡറി പ്രൊസീജിയർ. അതായത് ഒരു പ്രാവശ്യം അവർ സർജറി ചെയ്തു, അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു, അവിടെ അഡ്മിഷൻ എടുത്തു, അവരെന്ത് ചെയ്തു? സർജറിക്ക് വിധേയമായി. അവരെ സർജറിക്ക് വിധേയമായി കഴിഞ്ഞ് അവര് സർജറി കഴിയുമ്പോൾ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റുമല്ലോ അല്ലെ. അങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ സർജറിയുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം ഇല്ലേ. ചില ആളുകൾക്ക് കോംപ്ലിക്കേഷൻസ് വരാം. ഇതിന് എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്, ബ്ലീഡിങ്ങുകൾ വരാം അല്ലെ. അതുപോലെ തുന്നിയ ആ ഒരു എന്താ സ്റ്റിച്ച് ഭാഗങ്ങൾ പഴുക്കാം അല്ലെ. അതുപോലെ തന്നെ എന്താ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട് മുതലായ കാര്യങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ആണ് അല്ലെ. സർജറി കഴിഞ്ഞു വരുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമ്പോ പിന്നെയും തിരിച്ചിവരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ. അത് ഒന്നും കൂടി സെക്കൻഡറി പ്രൊസീജിയർ ചെയ്യാൻ അല്ലെ, രണ്ടാമത് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാതെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാതെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ട് വരും ഇല്ലേ. അതാണ് ഇവിടുത്തെ പെർസെന്റേജ് കണക്കാക്കുന്നത് കേട്ടോ. നോക്കിയേ, unplanned return to the OT is defined as any secondary procedure needed for a complication that results directly from the index operation during the same admission. എന്താ ഇവിടെ ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ളത്, പ്ലാൻ ചെയ്യാത്ത രീതിയിലാണ് അല്ലെ, ആസൂത്രണം ചെയ്യാത്ത രീതിയിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സെക്കൻഡറി പ്രൊസീജിയറിന് വേണ്ടി, പ്രൈമറി പ്രൊസീജിയർ നമ്മൾ സർജറി ഒക്കെ ചെയ്ത് വിട്ടു അല്ലെ, ഇനി അത് കഴിഞ്ഞ് വരുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ സെക്കൻഡറി പ്രൊസീജിയറിന് വേണ്ടി ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവരെന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കൊണ്ടുവരേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവർ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ശതമാനമാണ് ഇവിടെ കാണുന്നത്. നോക്കിയേ, ഫോർ എക്സാമ്പിൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ്, ഡിബ്രിഡിമെന്റ്, സെക്കൻഡറി സർച്ചറിങ്, അതൊന്ന് കോമേറ്റ്. അത് കഴിഞ്ഞ് എംബലക്ടമി എന്ന് പറയുന്ന നെക്സ്റ്റ് ഒരു വിഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ് എംബലക്ടമി ആൻഡ് ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ എക്സെട്ര. ഇതെല്ലാം ഒരു എക്സാമ്പിൾ ആണ്. എന്താണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് അല്ലെ. ബ്ലീഡിങ്ങുകൾ വരാലോ സർജറിക്ക് ശേഷം. പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് ഡീബ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീബ്രിഡിമെന്റ് എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ വലിയ മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് എന്ത് ചെയ്യും? ഡെഡ് സെൽസ് വരും. കണ്ടിട്ടുണ്ടോ? ഉണങ്ങുന്നതിനനുസരിച്ച് ഒറ്റ പോലെ വരുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് എന്താ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് നഴ്സസ് എന്ത് ചെയ്യും? അത് അങ്ങ് പൊളിച്ചു കളയും, അല്ലെങ്കിൽ അതങ്ങനെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് മാറ്റിയിട്ടല്ലേ ക്ലീൻ ചെയ്യുന്നേ? ആണോ? പോയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാൻ, ഡ്രസ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടോ? അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ചിലപ്പോ ആ ഒരു ഭാഗത്ത് ചിലപ്പോ ഇൻഫെക്ഷൻസ് വരാം അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡെഡ് സെൽസ് ഉണ്ടാവാം, ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അല്ലെ ആ മുറിവുള്ള ഭാഗത്ത്. അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസ്, ഇപ്പൊ ചതവ് കിട്ടിയ ഭാഗമാണെങ്കിൽ അവിടെയൊക്കെ എന്താ സെൽസ് ഒക്കെ അൺഹെൽത്തി ആയിട്ട് ചതഞ്ഞിട്ടിരിക്കുന്നതാണ്. ആ ഭാഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻസ് കൂടുതൽ വരാനും അതുവഴി എന്താ ആ ഒരു വൂണ്ട് അല്ലെങ്കിൽ ആ ഒരു മുറിവ് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും
അല്ലെ? അത് കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് അത് മുറിവ് ഉണങ്ങാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഡീബ്രിഡിമെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ്. അതായത് റിമൂവ് ഡെഡ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർ മാറ്റാറില്ലേ, നീക്കം ചെയ്യാറില്ലേ അവിടുന്ന്? അതുപോലെ ഡെഡ് ആയിട്ടുള്ളതോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസിനെ ആ വൗണ്ട്സിൽ നിന്നും റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഡീബ്രിഡിമെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഡീബ്രിഡിമെന്റ് എന്താണെന്ന് മനസ്സിലായോ? ഡീബ്രിഡിമെന്റ് ഇങ്ങനെ നമ്മൾ ആ ഒരു സെൽസ് ടിഷ്യൂസ് ഒക്കെ മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു സർജറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നതാവാം. അങ്ങനെ മാറ്റുന്ന സമയത്ത് എന്താണ് അവിടെ ചിലപ്പോൾ അവർക്ക് ഈ ഡീബ്രിഡിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പേഷ്യൻസിന് ചിലപ്പോൾ പിന്നെയും ബ്ലീഡിങ്ങുകൾ വരാം. ചിലർക്ക് ചെറിയ രീതിയിലുള്ള ബ്ലഡ് ആ സമയത്ത് വരും അല്ലെ? എന്നാൽ ചില ആളുകൾക്ക് അവിടെ ബ്ലീഡിംഗ് ആയിട്ട് അത് നിൽക്കാതെ ബ്ലീഡിംഗ് പോലെ വരാം. അങ്ങനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് അതാണ്. അങ്ങനെ ഡീബ്രിഡിമെന്റിന് ശേഷവും ചില ആളുകൾക്ക് ബ്ലീഡിംഗ് വരാറുണ്ട്. അങ്ങനെ ബ്ലീഡിംഗ് വരുന്ന സമയത്ത് ഇവർ പിന്നെയും നമ്മൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ മറ്റ് പ്രൊസീജിയർ സെക്കൻഡറി പ്രൊസീജിയർ ചെയ്യാനായിട്ട് തിരിച്ച് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരാം. അതുപോലെ സെക്കൻഡറി സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുന്നുക, സ്റ്റിച്ച് ഇടാറില്ലേ ഇല്ലേ? ആ ഒരു സർജറി ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സർജറി വരുന്ന ഭാഗത്തൊക്കെ എന്ത് ചെയ്യും? സ്റ്റിച്ച് ഇട്ട് കൊടുക്കും അല്ലെ? അപ്പൊ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് സ്റ്റിച്ചിന് എന്തെങ്കിലും പഴുപ്പുകൾ വരാം അല്ലെ? സ്റ്റിച്ച് ഇടുന്ന ഭാഗത്ത് ഇൻഫെക്ഷൻസ് വന്ന് അല്ലെ പഴുപ്പുകൾ വരാം. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ അവർ കൃത്യമായിട്ട് പറയുന്ന പ്രൊസീജിയർ ഒന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് ചിലവരുടെ വിട്ടുപോവാറുണ്ട്. അവര് ശരിക്കും ഇപ്പൊ ഒരു കാലിനോ കൈക്കൊക്കെ ആണെങ്കിൽ അനങ്ങാതിരിക്കണം എന്നൊക്കെ പറയും. ചിലപ്പോ അവരെന്ത് ചെയ്യും? അത് ഒന്നും മാനിക്കാതെ എന്ത് ചെയ്യും? പറയുന്നതിന് വിപരീതമായിട്ട് ചിലപ്പോൾ ചെയ്യുമ്പോൾ അത് വലിയ സ്റ്റിച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ പിന്നെയും എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഇതുപോലെ രണ്ടാമതും തുന്നി അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഇല്ലേ? ആൻഡ് ദെൻ നെക്സ്റ്റ് എന്താ? എംബോലക്ടമി എന്ന് പറഞ്ഞാല് ദ സർജിക്കൽ റിമൂവൽ ഓഫ് എംബോളസ്. എംബോളസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലഡ് ക്ലോട്ടുകളാണ്. ബ്ലഡ് ക്ലോട്ടുകളെയാണ് എംബോളസ്. അതായത് സർജറിയുടെ ഭാഗമായിട്ട് ചിലപ്പോ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ക്ലോട്ടുകൾ വന്നേക്കാം. അപ്പൊ അങ്ങനെ ബ്ലഡ് ക്ലോട്ടുകൾ വന്നു കഴിയുമ്പോൾ അതൊരു സ്ഥലത്ത് ബ്ലഡ് ക്ലോട്ടുകൾ ഒരു സ്ഥലത്ത് ബ്ലഡിന്റെ ഒരു സ്ഥലത്തായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ വെയിലൂടെ പോയി ചിലപ്പോൾ മിക്കവാറും പ്രധാനപ്പെട്ട ലെൻസ് മുതലായ ഏരിയകളിൽ എന്ത് ചെയ്യും? ഈ ക്ലോട്ട് വന്നടയും. അപ്പൊ അതെന്ന് പറയുന്നത് ഈ സർജറി കഴിഞ്ഞ് വരുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലേ? ആ ബ്ലഡ് ക്ലോട്ടുകൾ എവിടെയെങ്കിലും പ്രധാനമായിട്ടും ലെൻസിലൊക്കെ വരുന്നതാണ്. അതാണ് പൾമണറി എംബോലക്ടമി എന്ന് പറയുന്നത്. ആ ലെൻസിൽ വരുന്ന ആ ബ്ലഡ് ക്ലോട്ടുകൾ എന്ത് ചെയ്യുന്നത്? എംബോളസ് എന്ന് പറയുന്ന ക്ലോട്ടിനെ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടും ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവരെ കൊണ്ടുപോകണം. ദെൻ അതുപോലെ തന്നെ അണ്ടർ അനസ്തീഷ്യ ഈ സർജറി അല്ലെങ്കിൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അനസ്തീഷ്യ കൊടുത്തു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെയും ഇവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടതായിട്ട് വരും ഇല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ വഴി അവരെന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ തിരിച്ചു കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരാറ്. അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. Then ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. ഫോർമുല ദ നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നിരിക്കുന്ന അൺപ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാതെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാത്ത എത്ര പേഷ്യൻസ് എത്ര കേസസ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ അൺപ്ലാൻഡ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്ന കേസസിന്റെ എണ്ണം divided by number of patients who underwent surgeries in the operation theatre. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ എണ്ണം into 100. എന്താണ്? ന്യൂമറേറ്ററിൽ എന്താ വരാ? നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ട് അൺപ്ലാൻഡ് ആയിട്ട് ആസൂത്രണം ഇല്ലാതെ പ്ലാൻ ചെയ്യാതെ എത്ര കേസ് ഓഫ് പേഷ്യൻസ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അവരുടെ എണ്ണം divided by number of patients who underwent surgeries in the OT ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ എണ്ണം into 100 ആണ്. കിട്ടിയോ? 7th one ക്ലിയർ ആയോ? ഓക്കെ. Then 8th one നോക്കിയേ. 7th one ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 7th one ഇമ്പോർട്ടന്റ് ആണ്.
Then next അതിൽ വരുന്നത് 8th one. നോക്കി 8th one, percentage of surgeries where the organization's procedure to prevent adverse events like wrong site, wrong patient and wrong surgery have been adhered to. എന്താണ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ ചില ഹോസ്പിറ്റൽ അങ്ങനെ ഒരുപാട് കേസ് ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ 1-2 കേസൊക്കെ തെറ്റായി സർജറി ചെയ്തതാവാം. കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഒരു കൈക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ ഒരു റൈറ്റ് ഹാൻഡിന് ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്യാനായിരിക്കും അവർ പോയിരിക്കുന്നത്. അപ്പൊ തെറ്റായിട്ട് ചിലപ്പോ കൈ മാറിപ്പോയി ഓപ്പറേഷൻ ചെയ്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലെഫ്റ്റ് ഹാൻഡിന് ചെയ്തു അല്ലെ, റൈറ്റ് ഹാൻഡിനായിരിക്കും പ്രോബ്ലം. അത് അവരെന്ത് ചെയ്യും? മാറി ലെഫ്റ്റ് ഹാൻഡിന് ചിലപ്പോ സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ചെയ്യാനുണ്ട്. അതെ, ന്യൂസിൽ ഉണ്ടാവാറുണ്ട് അല്ലെ, ഇടയ്ക്ക്. അങ്ങനെ ഒരുപാട് കേസൊന്നും ഉണ്ടാവാറില്ല, എന്നാൽ 1-2 കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ റോങ് പേഷ്യന്റ്, ചിലപ്പോ പേഷ്യൻസ് മാറിപ്പോവാം. ഒരു പേഷ്യന്റിന് ചിലപ്പോ എന്തായിരിക്കും, ഒരു പേഷ്യന്റിന് ചെയ്യേണ്ടതായിരിക്കും, പക്ഷെ പേഷ്യൻസ് മാറി, ആള് മാറി ശസ്ത്രക്രിയ ചെയ്ത് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ റോങ് സർജറി, ചിലപ്പോ വേറൊരു സർജറിക്ക് വേണ്ടി ആയിരിക്കും അവർ വന്നിരിക്കുന്നത്. ഒരു അബ്ഡോമിനൽ പെയിന് വേണ്ടി വന്ന സർജറിക്ക് പകരം അവർ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും ഭാഗത്ത് എന്ത് ചെയ്യുന്നു? സർജറികൾ ചെയ്യും. അപ്പൊ ആ സർജറിയിൽ തെറ്റ് വരാം അല്ലെ. അതുപോലെ പേഷ്യൻസ് മാറിപ്പോവാം അല്ലെ. അതുപോലെ തന്നെ ആ സർജറി ചെയ്യേണ്ട, ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥലം മാറിപ്പോവാം. അപ്പൊ അങ്ങനെയുള്ള കേസ് കണ്ടിട്ടില്ലേ? അപ്പൊ അത് എത്രത്തോളം ഉണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, എപ്പോഴും നിങ്ങളുടെ ഹെഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോർമുല കണ്ടുപിടിക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. നോക്കിയേ, ഫോർമുലയുടെ എന്താണ് ഫോർമുല? നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ ആസ് വാസ് ഫോളോഡ്. അതായത് തെറ്റായ നടപടിക്രമങ്ങളിലൂടെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരുന്നത് അല്ലെ. ശരിയായ പ്രൊസീജിയർ ആണെങ്കിൽ ഇവിടെ ആ ഒരു മിസ്റ്റേക്ക് വരുമോ? ഇല്ല. അപ്പൊ തെറ്റായ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിലൂടെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ തെറ്റായ നടപടിക്രമങ്ങൾ പിന്തുടരുന്നതിലൂടെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ അല്ലെങ്കിൽ പിന്തുടരുന്നതിലൂടെ നടത്തിയ ശസ്ത്രക്രിയകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്. അവിടെ മൊത്തത്തില് അല്ലെ, ആകെ മൊത്തം എത്ര സർജറീസ് നടന്നു, അതിൽ എത്ര എണ്ണത്തിൽ ഇങ്ങനെയുള്ള റോങ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള സർജറീസ് ആണ് ഉണ്ടായത് ഇൻറ്റു 100. എന്താണ് ന്യൂമറേറ്ററിൽ വരാ? അതേ നേരെ സെയിം ആയിട്ടുള്ള നമ്മൾ ആ ചോദിക്കുന്ന അതേ ഇത് തന്നെ ആയിരിക്കും അല്ലെ, ഹെഡിങ് തന്നെ ആയിരിക്കും ന്യൂമറേറ്ററിൽ വരാൻ നമ്മൾ പറഞ്ഞു. എന്താണ്? എത്രത്തോളം ഇങ്ങനെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ നടത്തിയ സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്. അവിടെ നടത്തിയ ആകെ സർജറികളുടെ എണ്ണത്തില് എത്ര എണ്ണം ഇങ്ങനെ റോങ് ആയിട്ടുള്ളതുണ്ട് ഇൻറ്റു 100 ആണ്. കിട്ടിയോ? 8th one ക്ലിയർ ആയോ? Okay. Then 9th one important ആണ് കേട്ടോ. 9th one important ആണ്. നോക്കിയേ, percentage of transfusion reactions. Percentage of transfusion reaction. അല്ലെ, നമ്മൾ പഠിച്ചതല്ലേ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ ട്രാൻസ്ഫ്യൂഷൻ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് അല്ലെ, ഒരു ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലേക്കുള്ള ബ്ലഡിന്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും ട്രാൻസ്ഫ്യൂഷൻസ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലഡ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ റിയാക്ഷൻസ് വരില്ലേ? ഇല്ലേ? അവിടെ എന്താണ് മിസ്മാച്ചിങ് സംഭവിക്കുകയാണെങ്കിൽ അനുയോജ്യമല്ലാത്ത ബ്ലഡുകളാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് വരാറുണ്ട്? റിയാക്ഷൻസ് വരാറുണ്ട് അല്ലെ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കി, എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ, ഇതിന്റെ എല്ലാത്തിന്റെയും ഫോർമുലാസ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. നിങ്ങൾ ആ ഒരു ഹെഡിങ് അതിന്റെ ഫോർമുല ഏതാണ്, ആ ഹെഡിങ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എപ്പോഴും ചോദിക്കുന്നത് ഫോർമുലയെ കുറിച്ചാണ്. ഫോർമുല ഇന്നതിന്റെ ഫോർമുല ഏതാണ്, അല്ലെങ്കിൽ ഇന്നതില് വരാത്തതായിട്ടുള്ള കാര്യം ഫോർമുല ഏതായിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാം. ഡിനോമിനേറ്റർ മുകളിലും ന്യൂമറേറ്റർ താഴെയുമായി തന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ മിസ്റ്റേക്കുകൾ തന്നിട്ട് അതിൽ കൃത്യമായിട്ടുള്ളത് ചൂസ് ചെയ്ത് കറക്റ്റ് ഫോർമുല ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം കേട്ടോ. ഫോർമുലാസ് ആണ് ഈ ഭാഗത്തുനിന്ന് 1-2 ഫോർമുലാസ്
മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്, ഒരു 32 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ നിന്ന് 1-2 എണ്ണം ഷുവർ ആയിട്ടും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, ഇപ്പൊ ഫോർമുലയിൽ നോക്കിയേ, അതിന് മുൻപ് എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ ടു ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. എന്താണ് ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ അല്ലെ, അതൊരു പ്രതികൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അല്ലെ, അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള, ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദോഷകരമായ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് അവിടെ അല്ലെ. നോക്കി, ടു ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസ്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡോ ബ്ലഡിന്റെ കമ്പോണൻസോ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു ദോഷകരമായ റെസ്പോൺസ്, റിയാക്ഷൻ അല്ലെങ്കിൽ പ്രതികരണത്തെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മേ റേഞ്ച് ഫ്രം എ മൈൽഡ് അലർജിക് റിയാക്ഷൻ, ചിലവർക്ക് അത് വളരെ മൈൽഡ് ആയിരിക്കും, വളരെ ചെറിയ രീതിയിൽ മാത്രമുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ചിലരുടെ ബോഡിയിലാണെങ്കിലോ അത് ചിലപ്പോ ലൈഫ് ത്രെറ്റനിങ്, ജീവൻ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കി, ഇറ്റ് മേ റേഞ്ച് ഫ്രം എ മൈൽഡ് അലർജിക് റിയാക്ഷൻ, ഒരു ചെറിയ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസ് മുതൽ ഒരു ലൈഫ് ത്രെറ്റനിങ്, ജീവൻ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻ കേസ് വരെയും ഈ ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ വഴി വരാറുണ്ട്. നോക്കി, അതില് അലർജിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രധാനമായിട്ടും ഇൻക്ലൂഡിങ് ചിൽസ് റിഗേഴ്സ്. എന്താണ് ചിൽസ് റിഗേഴ്സ്? ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിൽസ് റിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിൽസ് എന്ന് പറഞ്ഞാൽ, ചില്ല് എന്ന് പറഞ്ഞാൽ എന്താ? ചില്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തു വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറയുന്നത്. നോക്കി, ചില്ല് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? ചില്ലായിരിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്? അല്ലെങ്കിൽ ഭയങ്കര ചില്ലാണല്ലോ ഇത് എന്നൊക്കെ പറയില്ലേ? എന്താണ് അത് പറയാ? തണുപ്പിനല്ലേ നമ്മൾ പറയുന്നേ? കൂടുതൽ കോൾഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയില്ലേ? ആണോ? അതെ അല്ലെ. അപ്പൊ ഇവിടെ ചിൽസ് എന്നുള്ളത് അത് തന്നെയാണ്. എന്താ? കൂടുതൽ കോൾഡ് ആയിട്ട്, ഇത് ഒരുപാട് പേർക്ക് ചിലപ്പോ എന്താ ഇങ്ങനെ ട്രാൻസ്മിഷൻ നടന്നു കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് തണുപ്പ് അനുഭവപ്പെടും, അവരുടെ ബോഡിയിൽ ഒരുപാട് തണുപ്പ് അനുഭവപ്പെടും. അങ്ങനെ തണുപ്പ് അനുഭവം, നമുക്കാണെങ്കിൽ ഒരുപാട് തണുത്ത എന്ത് പറ്റും? ഒരുപാട് തണുപ്പ് വന്ന് നമുക്ക് എന്ത് തോന്നും? ഷിവറിങ് ഉണ്ടാകും അല്ലെ, നമുക്ക് വിറയല് വരില്ലേ? അത് തന്നെയാണ് ചിൽസ് റിഗേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ബോഡിയിൽ ഒരുപാട് തണുപ്പ് അനുഭവപ്പെടുകയും അവരെന്ത് ചെയ്യും? ഒരുപാട് അവർക്ക് ഷിവറിങ് തോന്നും, ഒരുപാട് വിറയൽ അനുഭവപ്പെടുകയും ചെയ്യുന്നതിനെയാണ് ചിൽസ് റിഗേഴ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? ടു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ്, ഇനി ഒരു ജീവൻ മരണ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. അത് ഏതൊക്കെയാണ്? സച്ച് ആസ് ട്രാലി. എന്താണ് ട്രാലി എന്ന് പറഞ്ഞാൽ? അതിന്റെ ഒരു എക്സ്പാൻഡ് ഫോം എഴുതി വെച്ചേ. ട്രാലിയുടെ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് എഴുതാണ്ട, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. എഴുതിയോ? ട്രാലിയുടെ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്ന് പറയുന്നത്? ഈ ട്രാൻസ്ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ്, പ്രോബ്ലം ആണ്. അതായത് അവിടെ ട്രാൻസ്ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ എന്താണ്? ലങ്സിന് പെട്ടെന്ന് ഇഞ്ചുറീസ് സംഭവിക്കും. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് അല്ലെ, പെട്ടെന്ന് ഇഞ്ചുറീസ് സംഭവിക്കാം. അതായത് ലങ്സിന് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് പോലെ ലങ്സിന് എന്ത് ചെയ്യാം? എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് വന്ന് നിറയാം. അപ്പൊ ആ ലങ്സിന് കോംപ്ലിക്കേറ്റഡ് ഇഞ്ചുറീസ് വരില്ലേ? അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ട്രാൻസ്ഫ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു രോഗമാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്ന് പറയുന്നത്. എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ലങ്സിൽ വന്ന് നിറയുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അത് അവരുടെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. നോക്കിയേ, രണ്ടാമത്തതാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. എന്താണ്? GVHD, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേട്ടിട്ടുണ്ടോ? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ, ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് അവരുടെ ബോഡി, അതായത് അത് സ്വീകരിക്കുന്ന ആളുടെ ബോഡി, റെസിപ്പിയന്റിന്റെ ബോഡി ഈ വരുന്ന ആ ഒരു ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ വരുന്ന സെൽസ് എന്ന് പറയുന്നത്
ചെയ്തിട്ട് അത് ഫോറിൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. അതായത് പുറമേ നിന്ന് വരുന്ന, സ്വന്തമാണെന്ന് വിചാരിക്കാതെ പുറമേ നിന്ന് വരുന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അവിടെ എന്ത് പറ്റും? അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കും അല്ലെ? നമ്മുടെ മിസ്മാച്ചിങ് ചെയ്യാതെ വരുമ്പോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്തൊരു ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ എന്തൊരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നാലും അവരുടെ ഒരുപാട് സമയം, കുറച്ച് നാള് അധികം അവരോട് റെസ്റ്റ് എടുക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ പറയാറില്ലേ? ഇൻഫെക്ഷൻസ് ഒന്നും വരാതെയൊക്കെ നോക്കണം എന്ന് പറയാറില്ലേ? ഇല്ലേ? അപ്പൊ അവിടെ എന്താ? ട്രാൻസ്ഫ്യൂഷൻ, അതായത് ആ ബോഡി അതുമായിട്ട് പൊരുത്തപ്പെടണം അല്ലെ? വന്നിരിക്കുന്നത് ഒരു ഫോറിൻ പാർട്ടിക്കിൾ ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ റിയാക്ഷൻസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും? ആ ഒരു വ്യക്തിയുടെ ജീവൻ മരണ പോരാട്ടമാണ് അത്. അതേസമയം ആ ഒരു ബോഡിക്ക് കുറച്ച് സമയം എടുക്കും അല്ലെ? അതുമായിട്ടൊന്ന് എന്ത് ചെയ്യാനായിട്ട്, മിങ്കിൾ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് യോജിച്ചു പോവാനായിട്ട് കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് വരുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലം, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു പ്രോബ്ലം ആണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അവിടെ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? ആ ഒരു ഫോറിൻ ബോഡിയാണെന്ന്, ഫോറിൻ ആയിട്ടുള്ള ഒരു സെല്ലാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഫോറിൻ ബോഡിയാണ് വന്നിരിക്കുന്നതെന്ന് ബോഡി മനസ്സിലാക്കുകയും അതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. ഇവരൊക്കെ ആ ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ മൈൽഡ് കോംപ്ലിക്കേഷൻ മുതൽ ഒരു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ വരെയുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. Then അതിന്റെ ഫോർമുല നോക്കി. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, അവിടെ നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് അല്ലെ? അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് വരുന്ന എന്താണ്? കേസസിന്റെ എണ്ണം by number of units transferred. എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തു, അതിൽ എത്ര ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ടവ കേസസ് വന്നു അല്ലെ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിന്റെ മൊത്തം എണ്ണം, എത്ര എണ്ണമാണ് ആ ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുമായിട്ട് എന്ന് വിചാരിച്ച് വന്ന കേസുകൾ ഉണ്ടാവുമല്ലോ. ഒരുപാട് കേസൊക്കെ, ചിലപ്പോൾ കുറച്ച് കേസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരുപാട് ഉണ്ടാവും. അപ്പൊ എത്ര എണ്ണമാണോ ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട് വന്ന കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ബ്ലഡ് ആണ് അവിടെ ട്രാൻസ്ഫർ ചെയ്തത്, അതിൽ എത്ര എണ്ണമാണ് ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന കേസ് ആയിട്ട് തിരിച്ചു വന്നത്, ഇൻറ്റു 100 ആണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. കിട്ടിയോ? 9th one ക്ലിയർ ആയോ? ഓക്കെ. Then 10th one important ആണ് കേട്ടോ, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. 10th one നോക്കിയേ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ICUവിലുള്ള മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് മരണനിരക്ക്. ICUവിലുള്ള മരണനിരക്കിന്റെ അല്ലെങ്കിൽ ICUവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മരണനിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. Okay, standardized mortality ratio is the ratio of the perceived or actual mortality and the anticipated mortality for a specific time period. എന്താ? ഒരു നിർദ്ദിഷ്ട സമയം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സമയം, ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പെസിഫിക് ടൈമിനുള്ളില് ആ ഒരു ICUവിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ മരണം എത്രത്തോളം ഉണ്ട്? ഓൾറെഡി ആളുകൾ മരിക്കാറില്ലേ ICUവിൽ വെച്ച്? ആളുകൾ മരണപ്പെടാറില്ലേ? സ്വാഭാവികമായിട്ട് അവർ ചിലപ്പോൾ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ആക്ച്വലായിട്ട് അവർ മരണപ്പെട്ടു. ഇനി ചിലവരെ നമ്മൾ എന്ത് ചെയ്യും? ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാവുന്ന മരണം. കേട്ടിട്ടില്ലേ? പ്രതീക്ഷിക്കാവുന്ന മരണം. അതായത് വെന്റിലേറ്ററിലൊക്കെ ഇരിക്കുന്ന പേഷ്യൻസ്, വെന്റിലേറ്റർ വെച്ച് സഹായത്തോടുകൂടി ഇരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമുക്കറിയാം അവർ വെന്റിലേറ്റർ മാറ്റിയാൽ അവരിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, അവർ ഓൾറെഡി മരിക്കുമെന്നറിയാലോ. അങ്ങനെ കുറച്ചു പേര് നമ്മൾ പ്രതീക്ഷിക്കുന്ന മരണം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? ആ രണ്ട് മരണങ്ങളും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഇവിടെ പറയുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്? സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ദ പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി. യഥാർത്ഥ മരണം അല്ലെ, യഥാർത്ഥത്തിലുള്ള മരണവും അതുപോലെ പ്രതീക്ഷിക്കാവുന്ന മരണം അല്ലെ, പ്രതീക്ഷിക്കാവുന്ന മരണം അതായത് സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമില് ഒരു നിശ്ചിത കാലയളവില് എത്ര പേര് എന്ത് ചെയ്യുന്നുണ്ട്? യഥാർത്ഥ മരണം നടക്കുന്നുണ്ട്, എത്ര പേരുടെ മരണം പ്രതീക്ഷിക്കാവുന്നതുണ്ട്. അതിന്റെ ഒരു റേഷ്യോ ആണ്
സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നോക്കിയേ ഫോർമുല, ദ ആക്ച്വൽ ഡെത്ത് ഇൻ ഐസിയുയിലുള്ള ആക്ച്വൽ ഡെത്ത് അല്ലെങ്കിൽ യഥാർത്ഥ മരണം എത്രത്തോളം ഉണ്ട് ഡിവൈഡഡ് ബൈ പ്രഡിക്റ്റഡ് ഡെത്ത് ഇൻ ഐസിയു. എത്ര പേര് നമുക്ക് ഐസിയുവിൽ എത്ര പേര് പ്രതീക്ഷിക്കാവുന്ന മരണമുണ്ട് ഇൻറ്റു 100. എന്താണ് ആക്ച്വൽ ഡെത്ത് ഇൻ ഐസിയു, അതായത് ആ ഒരു ഐസിയുവില് യഥാർത്ഥ മരണം നടന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ പ്രഡിക്റ്റഡ് ഡെത്ത് ഇൻ ഐസിയു. ഐസിയുല് പ്രതീക്ഷിക്കാവുന്ന മരണം അല്ലെ, എത്ര ആളുകൾ മരിക്കും പ്രതീക്ഷിക്കാം, നമുക്കത് എത്ര ആളുകൾ മരിക്കും എന്ന് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ പ്രതീക്ഷിക്കാവുന്ന മരണം പ്രതീക്ഷിക്കാവുന്ന ആളുകളുടെ എണ്ണം ഇൻറ്റു 100. അതാണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ഐസിയു. കിട്ടിയോ? 10th one. Okay. Then 11th one ആണ് return to the emergency department within 72 hours with similar presenting conditions. Complaints. നോക്കിയേ, ഒരു 72 മണിക്കൂറിനുള്ളിൽ, അതായത് ഇപ്പൊ ഒരു അബ്ഡോമിനൽ പെയിൻ ആയിട്ട് ഒരു വയറുവേദനയായിട്ട് ഒരു പേഷ്യന്റ് ചിലപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു എന്ന് വിചാരിക്കും. അവർക്ക് എന്ത് ചെയ്യും? അവര് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത്യാവശ്യം മരുന്നുകളോ ഇഞ്ചക്ഷൻസോ കാര്യങ്ങളോ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവരെ വീട്ടിലേക്ക് വിടുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അവർക്ക് പക്ഷെ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്താ ഒരു 72 മണിക്കൂറാണ് ഇവർ സമയം പറയുന്നത് കേട്ടോ. ആ ഒരു 72 മണിക്കൂറിനുള്ളില് സെയിം കംപ്ലൈന്റ് അല്ലെങ്കിൽ സെയിം ആ ഒരു അബ്ഡോമിനൽ പെയിൻ വന്നിട്ട് വീണ്ടും ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരേണ്ടി വന്നാൽ അതിന്റെ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു സെയിം കംപ്ലൈന്റ്, അതായത് ഒരു അബ്ഡോമിനൽ പെയിൻ ആയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു, അവർക്ക് മരുന്നും ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്ത് അവർക്ക് ഒരുവിധം കുറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ വീട്ടിലേക്ക് തിരിച്ചു വിടും അല്ലെ. വീട്ടിലേക്ക് അവർ തിരിച്ചു പോയി. ആ പോയി കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളില് പിന്നെയും ഇതേ സെയിം കംപ്ലൈന്റ് ആയിട്ട് തിരിച്ചു വരുന്നവർ, ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്നവരുടെ എണ്ണമാണ് ഇവിടെ നോക്കുന്നത്. കിട്ടിയോ? നോക്കിയേ, എന്താണ് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്? ദ നമ്പർ ഓഫ് റിട്ടേൺസ് ഓഫ് എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. സിമിലർ ആയിട്ട് സെയിം ആ ഒരു പ്രോബ്ലം തന്നെയാണ് അവർക്കുള്ളത് കേട്ടോ. ആ സിമിലർ കംപ്ലൈന്റ് ഉള്ള 72 മണിക്കൂറില് അല്ലെ, സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് 72 മണിക്കൂറില് ഉള്ളില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരികെ വരുന്ന ആളുകളുടെ എണ്ണം divided by number of patients who have come to the emergency. ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന മൊത്തം ആളുകളുടെ എണ്ണം into 100. എന്താണ്? ദ നമ്പർ ഓഫ് റിട്ടേൺസ്. ഇതെന്താന്ന് മനസ്സിലായോ? എത്ര ഈ 72 മണിക്കൂറിനൊക്കെ കാര്യം വന്നത് മനസ്സിലായോ? അപ്പൊ 72 hours ഒരു സമയമാണ്, പീരീഡാണ് കൊടുക്കുന്നത്. ആ ഒരു 72 മണിക്കൂറിനുള്ളിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് തിരിച്ചുപോയ ആളുകളാവാം. അവർ അതേ സെയിം കംപ്ലൈന്റ് കൊണ്ട് തന്നെ പിന്നെയും ഈ 72 മണിക്കൂറിനുള്ളിൽ പിന്നെയും ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ അതിന് ഫോർമുല എന്താ പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഓഫ് റിട്ടേൺസ് ടു എമർജൻസി within 72 hours with similar complaints. ഈ പറയുന്ന സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് അവർ പിന്നെയും 72 മണിക്കൂറിനുള്ളിൽ പിന്നെയും ഈ സെയിം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്നവരുടെ എണ്ണം divided by number of patients who have come to the emergency. അവർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന മൊത്തം ആളുകളുടെ എണ്ണം into 100. കിട്ടിയോ? 11th one ക്ലിയർ ആണോ? ഓക്കെ. Then 12th one നോക്കിയേ, incidence of hospital associated pressure ulcers after admission, bed sore per 1000 patient days. എന്താണ് pressure ulcers? കേട്ടിട്ടുണ്ടോ? pressure ulcers അല്ലെങ്കിൽ bed sore എന്ന് കേട്ടിട്ടുണ്ടോ? രണ്ടും സെയിം ആണ് കേട്ടോ. നമുക്ക് pressure ulcers അല്ലെങ്കിൽ bed sore എന്ന് കേട്ടിട്ടില്ലേ? bed sore കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. pressure ulcer എന്ന് പറയുന്ന വേർഡ് അധികം കേട്ടിട്ടില്ലെങ്കിലും bed sore എന്ന് പറയുന്നത് കേട്ടിട്ടില്ല? വീടുകളിലൊക്കെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവാറില്ലേ? അല്ലെ? കിടപ്പ് രോഗികൾക്ക് അവരിങ്ങനെ ഒരുപാട് നാള് കിടന്ന് എന്താ പറ്റുക അവർക്ക്? അവരുടെ പുറമൊക്കെ എന്ത് ചെയ്യും? പൊട്ടുന്ന കാണാം ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങള്? വീട്ടിലാരും ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അതിനെയാണ് ബെഡ് സോർ അല്ലെങ്കിൽ പ്രഷർ അൾസർ എന്ന് പറയുന്നത് കേട്ടോ. പൊട്ടുന്നതിന്. അപ്പൊ ഒരുപാട് ദിവസം അതിങ്ങനെ അവര് കിടപ്പ് കിടക്കാല്ലേ. അതുകൊണ്ട് അതിന് വേണ്ടിട്ട് ഇപ്പൊ നമ്മള് വാട്ടർ ബെഡുകളൊക്കെ കൊടുക്കും അവർക്ക് അല്ലെ. വാട്ടർ ബെഡ് ഒക്കെ യൂസ് ചെയ്യാം. സ്കിന്നൊക്കെ ഡാമേജ് ചെയ്ത് വരുന്നത്. വെരി ഗുഡ്. സ്കിൻ ഡാമേജ് കൊണ്ട് വരുന്നതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ. അതിന്റെ റേറ്റ് എത്രത്തോളം ഉണ്ട്?
അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കിയേ, എയർ ബെഡ് കൊടുക്കാം, വാട്ടർ ബെഡ് കൊടുക്കാം, അല്ലെ? ഒരുപാട് ഫെസിലിറ്റി ഇപ്പോഴുണ്ട്. എന്നാലും ഇപ്പൊ നിരന്തരമായിട്ട് ഒരുപാട് നാൾ കിടക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്ന ഒരു പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ ഉള്ള ആളുകളുടെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നോക്കി, എ പ്രഷർ അൾസർ ഈസ് ലോക്കലൈസ്ഡ് ഇഞ്ചുറി ടു ദ സ്കിൻ, അല്ലെ? ആ സ്കിൻ അല്ലെങ്കിൽ അണ്ടർലൈൻ ടിഷ്യൂവിന് വരുന്ന ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്കാണ് എന്തെന്ന് പറയുന്നത് പ്രഷർ അൾസർ എന്ന് പറയുന്നത്. നോക്കി, അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയും കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. നോർമലി ഓവർ എ ബോണി പ്രോമിനൻസ്. എവിടെയാണ് ബോണി പ്രോമിനൻസ് എന്ന് പറയുന്നത്? ബോൺ ഈസ് ക്ലോസ് ടു ദ സ്കിൻ, അല്ലെ? സ്കിന്നുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ബോണും സ്കിന്നും എങ്ങനെയായിരിക്കും? ഭയങ്കര ക്ലോസ് ആയിരിക്കും. നമ്മുടെ ബാക്ടീരിയ അങ്ങനെയല്ലേ, അല്ലെ? നമ്മുടെ നടുവിന്റെ ആ ഒരു ബാക്ടീരിയ എങ്ങനെയല്ലേ ബോണുമായിട്ട് സ്കിന്ന് ഭയങ്കര അടുത്ത് ക്ലോസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അല്ലെ? അങ്ങനെയുള്ള രീതികളിലാണ് പ്രധാനമായിട്ടും എന്ത് വരുന്നത്? ഇങ്ങനെയുള്ള പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ വരുന്നത് കേട്ടോ. നോക്കി, ഓവർ എ ബോണി പ്രോമിനൻസ് ആസ് എ റിസൾട്ട്, അതായത് ബോണുമായിട്ട് ഏറ്റവും സ്കിന്ന് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളായിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള പ്രഷർ അൾസേഴ്സ് വരുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രഷർ, എന്തിന്റെയൊക്കെ ഫലമായിട്ടാണ് കൂടുതൽ പ്രഷർ? അപ്പൊ ഒരുപാട് നാൾ അവരിങ്ങനെ കിടപ്പ് കിടക്കും, അവിടെ പ്രഷർ ബാക്ക് സൈഡിലാണെങ്കിൽ പ്രഷർ കൂടുതലല്ലേ, ആ ഒരു പ്രഷറിന്റെ ഫലമായിട്ടാവാം. ആൻഡ് പ്രഷർ ഓൺ കൺസോളിഡേഷൻ വിത്ത് ഷിയർ. ഷിയർ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക് സൈഡിൽ വരാം. ഷിയർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കത്രികകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള കൊണ്ടുള്ള മുറിവുകൾ, അതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെയുള്ള എന്താ ബെഡ് സോറുകൾ വരാം. ചെറിയൊരു മുറിവ് വന്നിട്ടുണ്ടാവും, അത് എന്ത് ചെയ്യും? പിന്നെ അതിങ്ങനെ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് അത് കുറച്ചുകൂടി വലുതായി അത് ഉണങ്ങാത്തൊരവസ്ഥ വരാം, അല്ലെ? അല്ലെങ്കിലോ ഫ്രിക്ഷൻ, എന്തുകൊണ്ടാണ്? ഉരയുന്നത് കൊണ്ടാവും, അല്ലെ? ഇങ്ങനെ കിടക്കുന്ന ആളുകളാകുമ്പോ അവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു ബോഡി ഇങ്ങനെ എപ്പോഴും ആ ബെഡിൽ ഉരയുന്നത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്ത് വരുന്നത്? ഒരു പ്രഷർ അൾസേഴ്സ് വരുന്നത് കേട്ടോ. അതിന്റെ ഫോർമുലയാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്. എന്താന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. കിടപ്പ് രോഗികൾക്കൊക്കെ അവരുടെ പുറമൊക്കെ പൊട്ടുന്ന ഒരു അവസ്ഥയാണ് ബെഡ് സോർ അല്ലെങ്കിൽ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. അപ്പൊ അത് പല കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പ്രഷർ ആ ബാക്ക് സൈഡിൽ അനുഭവപ്പെടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കത്രികളുണ്ട്, ഒരു ചെറിയ രീതിയിലുള്ള മുറിവ് വ്രണപ്പെടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിക്ഷൻസ് ഒരിയുന്നത് കൊണ്ടാവാം. ആ ഒരു ബാക്ക് സൈഡ് എപ്പോഴും ഒരയുന്നത് കൊണ്ടാവാം അവർക്ക് അങ്ങനെയുള്ള പ്രഷർ അൾസറുകൾ അല്ലെങ്കിൽ ബെഡ് സോറുകൾ വരുന്നത്. അതിന്റെ റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിങ് ഓഫ് പ്രഷർ അൾസർ. പ്രഷർ അൾസേഴ്സ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ ഓൾറെഡി ഇത് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന പേഷ്യൻസിന് ആ ഒരു അവസ്ഥ എന്ത് ചെയ്യാം? വേഴ്സണിങ് ചെയ്യാം, അല്ലെങ്കിൽ വഷളാവാം, അല്ലെങ്കിൽ മോശമായേക്കാം, അല്ലെ? അങ്ങനെയുള്ള പേഷ്യൻസിന്റെ മൊത്തം എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ്, അല്ലെങ്കിൽ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെ? ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് എത്രത്തോളം into 1000 ആണ് ചെയ്യുന്നത്. അപ്പൊ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിങ് ഓഫ് പ്രഷർ അൾസേഴ്സ്. പ്രഷർ അൾസേഴ്സ് പുതിയതായിട്ട് വന്നതാവാം, അല്ലെങ്കിലോ ഓൾറെഡി ഉണ്ടായിരുന്ന പേഷ്യൻസ് ചെറിയ രീതിയിൽ ചിലപ്പോൾ ഓരോ പേഷ്യൻസിനും ഉണ്ടായിട്ടാണ്. അതിന്റെ കണ്ടീഷൻ എങ്ങനെയാവാം? വേഴ്സണിങ് ആവാം, വഷളാവാം, അല്ലെങ്കിൽ മോശമാവാം. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ എത്ര ഉണ്ട്? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ്, അല്ലെങ്കിൽ അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല. കിട്ടിയോ 12th വൺ? ക്ലിയർ ആയോ? ഓക്കെ. Then 13th നോക്കിയേ, catheter associated urinary tract infection rate. എന്താ? catheterമായി ബന്ധപ്പെട്ട് വരുന്ന UTIs, അല്ലെ? urinary tract infectionsന്റെ റേറ്റ് ആണ്. നോക്കിയേ ഫോർമുല, number of urinary catheter associated UTIs in a month. ഒരു മാസത്തിൽ എത്ര ആളുകൾക്ക് ഈ catheterമായി ബന്ധപ്പെട്ട് urinary tract infections വന്നു, അവരുടെ എണ്ണം divided by number of urinary catheter days in that month. എന്താ? ആ ഒരു urinary catheters ഉപയോഗിച്ച മൊത്തം
പേഷ്യൻസിന്റെ എണ്ണാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കി, നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ആ ഒരു മാസത്തില് കത്തീറ്റർ ഉപയോഗിച്ച ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവില്ലേ അല്ലെ? എല്ലാവർക്കും ഇങ്ങനെയുള്ള യൂടി അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ ആ ഒരു മാസത്തില് എത്ര പേര് ടോട്ടൽ നമ്പർ ആണ് പറയുന്നത്, കത്തീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പേഷ്യൻസിന്റെയും എണ്ണം. അതിൽ എത്ര പേർക്ക് എന്താ കത്തീറ്ററുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായി ഇൻടു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല. കിട്ടിയോ? കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. എന്താ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്? ഇപ്പൊ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയാസ് വരാറുണ്ട് അല്ലെ? ന്യൂമോണിയ മുതലായുള്ള പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് അല്ലെ? അപ്പൊ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ന്യൂമോണിയാസ് വന്നിട്ടുള്ള പേഷ്യൻസിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അതില് നിങ്ങള് ഇനി 14th ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റിന്റെ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. നെക്സ്റ്റ് 16th ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 16ാമത്തെ കേട്ടോ. ഇത് രണ്ടും ആ ഒരു പേജിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോക്കിയപ്പോ 14th വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്തായിരിക്കും? നോക്കിയേ, ഫോർമുല നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. ഒരു മാസത്തിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ആയിട്ട് ന്യൂമോണിയ വന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതായത് ആ ഒരു മാസത്തിൽ എത്ര പേര് വെന്റിലേറ്റർ ഉപയോഗിച്ച പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവില്ലേ? കാര്യം നമ്മൾ കത്തീറ്റർ ഉപയോഗിച്ച പോലെ തന്നെ 1-2 പേഷ്യൻസ് ആയിരിക്കില്ലല്ലോ, ഒരുപാട് പേഷ്യൻസ് വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ന്യൂമോണിയ വരില്ല അല്ലെ? അപ്പൊ ആ ന്യൂമോണിയ, അതായത് വെന്റിലേറ്റർ ഉപയോഗിച്ച ആളുകളുടെ എണ്ണം, അതിൽ എത്ര പേർക്ക് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ കേസസ് വന്നു ഇൻടു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല. ക്ലിയർ ആയോ? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് വെന്റിലേറ്റർ, അതായത് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ വന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആ വെന്റിലേറ്റേഴ്സ് ഉപയോഗിച്ച എല്ലാ പേഷ്യൻസിന്റെയും മൊത്തം എണ്ണം ഇൻടു 1000. കിട്ടിയോ? അത് 14th ക്ലിയർ ആയോ? Okay, then 16th important. No, sorry, 15th important. 15th and 16th important ആണ് ട്ടോ. 15th നോക്കിയേ, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ അറിയാം, ഈ ഡ്രിപ്സ് ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ വെയിൻസിലേക്ക് നേരിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ഡ്രിപ്സ് ഇടാറില്ലേ? നേരിട്ട് നമ്മുടെ വെയിൻസിലേക്ക് ഇഞ്ചക്ട് ചെയ്യല്ലേ ചെയ്യുന്നേ? അപ്പൊ അങ്ങനെയുള്ള ഡ്രിപ്സ് മുതലായ നേരിട്ട് വെയിൻസിലോട്ട് ഇഞ്ചക്ഷൻ നടത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം? ആ ബ്ലഡ് സ്ട്രീമിലേക്കാണ് നമ്മൾ നേരിട്ടാണ് ചെയ്യുന്നത് അല്ലെ? ആ ബ്ലഡ് സ്ട്രീമിലേക്ക്. അപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. അതിന്റെ റേറ്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള സെൻട്രൽ ലൈനിൽ നേരിട്ട് വെയിൻസിലോട്ട് ഇഞ്ചക്ഷൻ നടത്തുമ്പോൾ, ഡ്രിപ്സ് പോലെയുള്ളവ ബ്ലഡ് സ്ട്രീമിലേക്ക് നേരിട്ട് നമ്മൾ വെയിൻസിലോട്ട് നടത്തുമ്പോൾ അതുവഴി ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നോക്കിയേ, ഫോർമുല എന്താ? ഫോർമുല നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഇൻ എ മന്ത്. ഒരു മാസത്തില് എത്ര ആളുകൾക്ക് ഇങ്ങനെയുള്ള സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് വന്നു, അവരുടെ ആകെ എണ്ണം എത്ര പേർക്ക് വന്നു, അവരുടെ മൊത്തം എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതായത് എത്ര പേർക്ക് ആ സെൻട്രൽ ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ടാകും. ആ ഉള്ള എല്ലാവരുടെയും എണ്ണത്തില് എത്ര പേർക്ക് ഈ അതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് വന്നു, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിനോമിനേറ്ററിൽ എന്താ പറയുന്നത്? ആ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സ്ട്രീമിലേക്ക് സെൻട്രൽ ലൈൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെയിൻസിലൂടെ എന്താ ഇൻജെക്ഷൻസ് കൊടുത്തതും ഒരു പേർക്കായിരിക്കില്ലല്ലോ, ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ എല്ലാ ആളുകളുടെയും എണ്ണത്തില് എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വന്നു, അതിൽ ഇൻടു 1000 ആണ് എന്ത് കാണാനുള്ള ഫോർമുല? സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കാണാനുള്ള ഫോർമുല. കിട്ടിയോ? 15th വൺ ഓക്കെ ആണോ?
Okay. Then 16th നോക്കിയേ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അല്ലെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് നമുക്കറിയാലോ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ സർജറി ഉള്ള ആ ഒരു സർജറി ചെയ്ത ഏത് ഏരിയ ആണോ ആ ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻ ആ ഒരു ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ അതിപ്പോ സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വഴി സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായേക്കാം അല്ലെ അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസിന്റെ റേറ്റ് എത്രത്തോളം ഉണ്ട് നോക്കി ഫോർമുല നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത് ഒരു നിശ്ചിത മാസത്തിൽ എത്ര ആളുകൾക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് കേസുകൾ ഉണ്ടായി അതിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത് ഒരു മാസത്തിൽ പെർഫോം ചെയ്ത അല്ലെങ്കിൽ നടത്തിയ സർജറികളുടെ മൊത്തം എണ്ണം ഇൻറ്റു 100 എന്താണ് ഫോർമുല നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത് ഒരു മാസത്തില് എത്രത്തോളം ആളുകൾക്ക് അല്ലെങ്കിൽ എത്ര കേസസ് ഇങ്ങനെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസുമായിട്ട് എത്ര കേസുകൾ വന്നു അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ആ മാസത്തിൽ നടത്തിയ മൊത്തം സർജറികളുടെ എണ്ണം ഇൻറ്റു 100 കിട്ടിയോ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് ക്ലിയർ ആയോ ഓക്കെ then next one ആണ് 17th one ആണ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കംപ്ലൈൻസ് എന്ന് പറയുന്നത് പാലിക്കുക അതായത് ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ് കേട്ടാ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ് നമ്മൾ നേരത്തെ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ റേറ്റ് എടുത്തില്ലേ അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ കംപ്ലൈൻസ് പറഞ്ഞാൽ ഇവിടെ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ് കേട്ടാ നോക്കിയേ ഫോർമുല ദ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് മൊത്തം ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് ഹാൻഡ് ഹൈജീൻ ചെയ്യാനുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100 എന്താണ് ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് അതായത് ആ ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് മൊത്തം നമ്പർ ആണ് പറയുന്നത് കേട്ടോ മൊത്തം ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഇതിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രവർത്തനങ്ങൾ മൊത്തം ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് ഹാൻഡ് ഹൈജീൻ ചെയ്യാനുള്ള അവസരങ്ങളുടെ മൊത്തം എണ്ണം ഇൻറ്റു 100 കിട്ടിയോ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹൈജീൻ പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പാലിക്കുന്ന റേറ്റ് എത്രത്തോളം ഉണ്ട് നമ്മൾ നമ്മുടെ നേരത്തെ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന സ്റ്റാഫുകളുടെ റേറ്റ് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് ഹൈജീൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ റേറ്റ് ആണ് ആ ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങൾ എത്രത്തോളം നടക്കുന്നുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഹാൻഡ് ഹൈജീൻ ചെയ്യാനുള്ള അവസരങ്ങളുടെ മൊത്തം എണ്ണം ഇൻറ്റു 100 കിട്ടിയോ 17th one okay then 18th നോക്കിയേ percentage of cases who received appropriate prophylactic antibiotics within the specific time period അതായത് ഇപ്പൊ സർജറീസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ പ്രധാനമായിട്ടും ഇവിടെ സർജറിയുടെ കേസാ പറയുന്നത് കേട്ടോ സർജറീസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ അവർക്ക് പെട്ടെന്ന് എന്താ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കും പ്രോഫിലാക്ടിക് എന്ന് പറഞ്ഞാൽ എന്താ രോഗനിവാരണം അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കാറുണ്ട് എന്ത് കൊടുക്കാറുണ്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കാറില്ലേ അല്ലെ ആന്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട് അല്ലെ അപ്പൊ ആന്റിബയോട്ടിക്സ് കൊടുത്ത് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ആ ഒരു രോഗനിവാരണത്തിന് അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് വേണ്ടി ആന്റിബയോട്ടിക്സ് സ്വീകരിക്കുന്നവരുടെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ നോക്കി percentage of cases who received appropriate prophylactic antibiotics രോഗപ്രതിരോധത്തിന് അല്ലെങ്കിൽ രോഗനിവാരണത്തിനായിട്ടുള്ള ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചവരുടെ പെർസെന്റേജ് വിത്തിൻ ദ സ്പെസിഫിക് ടൈം ഒരു നിർദ്ദിഷ്ട സമയത്ത് ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില് എത്ര ആളുകൾ സർജറിക്ക് ശേഷം ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ റേറ്റ് ആണ് കേട്ടോ നോക്കിയ ഫോർമുല നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics
or number of patients who underwent surgeries in the operation theatre into 100. Okay, number of patients who did receive appropriate prophylactic antibiotics. എന്താ അവരെന്ത് ചെയ്യുന്നു? അവർ നമ്പർ ഓഫ് ആരുടെയാണ്? നമ്പർ ഓഫ് പേഷ്യൻസ് ആണ്. അതായത് രോഗനിവാരണത്തിന് അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ്, സർജറിക്ക് ശേഷമാണ് കേട്ടോ, ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച ആളുകളുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എണ്ണം, മൊത്തം എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായ എല്ലാ ആളുകളുടെയും മൊത്തം എണ്ണമാണ് പറയുന്നത് കേട്ടോ. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായിട്ടുള്ള എല്ലാ പേഷ്യൻസിന്റെയും എണ്ണം, അതിൽ എത്ര പേര് എന്ത് സ്വീകരിച്ചു? ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു ഇൻറ്റു 100 ആണ് എന്തെന്ന് പറയുന്നത്? percentage of cases who receive appropriate prophylactic antibiotics within the specific time period. ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് സർജറി കഴിയുമ്പോൾ എത്ര ആളുകള് അവരുടെ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു, അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. കിട്ടിയോ? അത് 18th വൺ ക്ലിയർ ആയോ? ഓക്കെ, then 19th നോക്കിയേ. percentage of rescheduling of surgeries. അല്ലെ, സർജറിക്ക് ചില സർജറീസ് മാറ്റി വെക്കാറില്ലേ? റീഷെഡ്യൂളിങ് ചെയ്യാറില്ലേ? ചില സർജറിക്ക് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോൾ മാറ്റി വെക്കാറില്ലേ? അതിന്റെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, percentage of rescheduling of surgeries എന്താണ്? the rescheduling of surgeries. 19th ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 17ഉം 19ഉം ഈ പേജിൽ പറഞ്ഞു തരാം കേട്ടോ. 17th ഇമ്പോർട്ടന്റ് ആണ്, 19th ഇമ്പോർട്ടന്റ് ആണ്, then 21, 23. 21, 23. Okay, okay, 19th percentage of rescheduling of surgeries. എന്താ? rescheduling of surgeries consists of cancellation and postponement beyond 4 hours of the surgery. എന്താണ് റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞ? എന്താ? സർജറീസ് നമ്മൾ ഓൾറെഡി സർജറി ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഇന്ന ദിവസം ഇത്ര സമയത്ത് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുന്നു? ഒന്നില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിലോ പോസ്റ്റ്പോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റിവെക്കും അല്ലെ, മാറ്റിവെക്കാം. ബിയോണ്ട് 4 hours എന്ന് പറഞ്ഞാൽ എന്താ? 4 മണിക്കൂറിനപ്പുറത്തേക്കാണ് കേട്ടോ. 4 മണിക്കൂറിനുള്ളിൽ പറയും എന്താ? അതധികം കൺസിഡർ ചെയ്യാറില്ല, കാരണം അത് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നല്ലേ ഉള്ളൂ. അതേസമയം 4 മണിക്കൂറിനപ്പുറം ഏതെങ്കിലും സർജറീസ് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺമെന്റ് ചെയ്യുകയോ എന്താണ് മാറ്റിവെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്ലിയർ ആണോ? നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്. എത്ര സർജറീസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് കേസസ് ആണ് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സർജറീസ് ആണ് മാറ്റി വെച്ചിരിക്കുന്നത്, ആ ഒരു കേസുകളുടെ മൊത്തം എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഒരുപാട് സർജറീസ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും. ഒരു 10 സർജറിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിചാരിക്കുക, അതാണ് ഡിനോമിനേറ്ററിൽ വരാം. നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, ആസൂത്രണം ചെയ്തിരിക്കുന്ന സർജറികളുടെ എണ്ണം, അതിൽ എത്ര എണ്ണം എന്ത് ചെയ്തു? റീഷെഡ്യൂൾ ചെയ്തു അല്ലെങ്കിൽ മാറ്റിവെച്ചു ഇൻറ്റു 100 ആണ് അത് കാണാനുള്ള ഫോർമുല. മനസ്സിലായോ? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്, എത്ര എണ്ണം റീഷെഡ്യൂൾ ചെയ്ത കേസസ് എത്ര എണ്ണം ഉണ്ട്, ഡിവൈഡഡ് ബൈ എത്ര കേസ് ഓഫ് സർജറി ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻറ്റു 100. മനസ്സിലായോ? 19ാമത്തെ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, then 20th നോക്കിയേ. 20ാമത്തെ നോക്കിയേ. ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. എന്താ? ഇപ്പൊ നമ്മള് ബ്ലഡ് ബാങ്കിൽ പോയി എന്ത് ചെയ്യാറുണ്ട്? ആവശ്യം വരുമ്പോ ബ്ലഡ് വേണം എന്ന് ആവശ്യപ്പെടാറില്ലേ അല്ലെ? ബ്ലഡ് വേണം എന്ന് ആവശ്യപ്പെടുമ്പോ ഒരു ഓപ്പറേഷൻ ഒക്കെ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലാണ് കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലെ. ബ്ലഡ് ഒക്കെ പോയി എന്ത് ചെയ്യും? ഓൾറെഡി പോയി ബുക്ക് ഒക്കെ ചെയ്തിട്ടില്ലേ? ആവശ്യപ്പെടില്ലേ? ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടാറില്ലേ? അത് തന്നെ, അതപ്പോ അവിടെ എന്ത് ചെയ്യും? അതെപ്പോഴാണ് അതിന്റെ കൃത്യമായിട്ടുള്ള സമയം, എത്രത്തോളം സമയമെടുത്താണ് അത് അവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്, അതാണ് ഇവിടുത്തെ നോക്കുന്ന റേറ്റ് കേട്ടോ. നോക്കിയേ, 10
time taken to be calculated from the time. എവിടെ മുതലാണ് ആ ഒരു സമയം നോക്കുന്നത്? From the time the request is received in the blood bank. Blood ബാങ്കില് അഭ്യർത്ഥന ലഭിച്ച സമയം. അതായത് ഒരാൾ പോവാണ് ബ്ലഡ് ബാങ്കിലേക്ക്, ബ്ലഡ് വേണം എന്ന് പറയാൻ അവർ റിക്വസ്റ്റ് ഫോം കൊടുക്കണ്ടേ? ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കണ്ടേ ബന്ധപ്പെട്ട ഡോക്ടേഴ്സിൽ നിന്ന്? ആ ഒരു റിക്വസ്റ്റിംഗ് ലെറ്റർ കൊടുക്കുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ആ ബ്ലഡ് ബാങ്കില് ആ ഒരു അഭ്യർത്ഥന ലഭിക്കുന്ന സമയം മുതൽ to be calculated until the blood is cross matched. എന്ത് ചെയ്യണം? ആ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്ലഡിന്റെ ആർക്കാണോ ബ്ലഡ് വേണ്ടത് ആ ആളുടെ ഒരു സാമ്പിൾ കൂടി കൊടുത്തു വിടും. ആർക്കെങ്കിലും അങ്ങനെ ബ്ലഡ് ഒക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ബ്ലഡ് ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഉണ്ട്? ഇല്ല. ഓക്കെ. അപ്പൊ ഉള്ളവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ പോയിട്ടുള്ള ബ്ലഡ് ബാങ്കിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ കൊണ്ടുപോകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കിലേക്ക് നമ്മൾ ഏത് ഡോക്ടറാണോ അവരെ കൺസൾട്ട് ചെയ്യുന്നത് ആ ഡോക്ടറുടെ ഒരു റിപ്പോർട്ട് വേണം, ഒരു റിക്വസ്റ്റ് വേണം. ഇങ്ങനെ ബ്ലഡ് വേണം, ഇത്ര യൂണിറ്റ് വേണ്ടി വരും എന്നുള്ള ഒരു റിക്വസ്റ്റ്, ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇവരുടെ എന്നുള്ള രീതിയിലുള്ള ഒരു റിക്വസ്റ്റ് ലെറ്റർ ഉണ്ടാവും. ആ ഒരു ലെറ്ററും ഈ പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിളും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോയി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ ഇത് മാച്ച് ആവോ ഇല്ലെന്ന്, അവർക്ക് അവിടെ നോക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലഡ് സാമ്പിളും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു റിക്വസ്റ്റ് ഫോമിന്റെ കൂടെ അവിടെ കൊടുക്കുന്നത്. കിട്ടിയോ? ഇനി അങ്ങനെ റിക്വസ്റ്റ് ഫോമിന്റെ കൂടെ അവർ ആ ബ്ലഡ് സാമ്പിൾ കൊടുക്കുന്ന എന്തിനാ? ആ തരുന്ന ബ്ലഡുമായിട്ട് ഇത് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആ ഒരു പേഷ്യന്റിന്റെ ബ്ലഡും അവിടുത്തെ ബ്ലഡും തമ്മിൽ എന്ത് ചെയ്യും? ക്രോസ് മാച്ച് ചെയ്ത് പൊരുത്തക്കേടുകളുണ്ടോ അല്ലെങ്കിൽ ഒരു അനുയോജ്യമാണോ എന്ന് എന്ത് ചെയ്യും? ക്രോസ് മാച്ച് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? അല്ലെങ്കിൽ റിസർവ് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ അവിടെ എന്താ ക്രോസ് മാച്ച് ചെയ്ത് ആ ഒരു പൊരുത്തക്കേടുകൾ എന്തെങ്കിലും ഉണ്ടോ, ഒരുപോലെയാണോ, അനുയോജ്യമാണോ എന്നൊക്കെ മാച്ച് ചെയ്ത് നോക്കും. നോക്കി ആൻഡ് അവൈലബിൾ ഫോർ ട്രാൻസ്ഫ്യൂഷൻ. അതിനുശേഷമാണ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി അത് നമുക്ക് ലഭ്യമാക്കി തരുന്നത്. അത്രയും സമയം എടുക്കുന്നില്ല ഇവരിത് ചെയ്ത് നോക്കാനായിട്ട്. ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. മനസ്സിലായോ? ഒരു അഭ്യർത്ഥന, അതായത് ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞൊരു അഭ്യർത്ഥന ലഭിച്ച സമയം മുതല് ആ സാമ്പിളുകൾ അവർ പരിശോധിച്ച് ക്രോസ് മാച്ച് ചെയ്ത് അത് നമുക്ക് അവൈലബിൾ ആക്കി അല്ലെങ്കിൽ ലഭ്യമാക്കി തരുന്നത് വരെ ഒരു സമയമുണ്ടല്ലോ അല്ലെ? ലഭ്യമാക്കി തരുന്നത് വരെ ഒരു കുറച്ച് സമയം എടുക്കില്ലേ? ആ ഒരു സമയത്തെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ ആയോ? അതെന്താന്ന്? ഓക്കെ. ഇനി അതിന്റെ ഫോർമുല ഒന്ന് നോക്കി, ഒന്നുകൂടി പറയാലോ? നോക്കിയ ഫോർമുല എന്താണ്? ഒന്നുകൂടി പറയാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. 20ാമത്തെയാണ് നമ്മൾ പറയുന്നത് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. അതായത് ബ്ലഡും ബ്ലഡ് കമ്പോണൻസും നമ്മൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള സമയം ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് മനസ്സിലായോ? നോക്കി ഇവിടെ എങ്ങനെയാണ് അത് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ടു ബി കാൽക്കുലേറ്റ്. എത്ര സമയമാണ് നമ്മൾ ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്? ടൈം ദ റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭ്യർത്ഥന വരുന്നു, ഒരു റിക്വസ്റ്റ് വരും. മനസ്സിലായോ? ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ റിക്വസ്റ്റ് വിടാണ്ട് അവർ വെറുതെ ബ്ലഡ് തരില്ലല്ലോ. അവർക്ക് അതിനനുസരിച്ചുള്ള ബന്ധപ്പെട്ട ഡോക്ടേഴ്സിൽ നിന്നുള്ള റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ കൊടുക്കണം. ആ റിക്വസ്റ്റ് കൊടുത്താല് അതിനോടൊപ്പം ഈ പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ കൂടി കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് അവിടെ ആവശ്യപ്പെട്ട് ബുക്ക് ചെയ്തിടുന്നത്. നമ്മൾ പോകുന്നത് അങ്ങനെയാണ്. ബുക്ക് ചെയ്തിടുമ്പോ അങ്ങനെ എന്ത് ചെയ്യും? അവർ അതിന് വേണ്ടിയിട്ടുള്ള ബന്ധപ്പെട്ട റിക്വസ്റ്റും ചോദിക്കും, സാമ്പിളും ചോദിക്കും. ഇനി അങ്ങനെ നമ്മൾക്ക് അവിടെ എന്ത് ചെയ്തു? ബ്ലഡ് ബാങ്കിൽ അങ്ങനെ ഒരു അഭ്യർത്ഥന റിക്വസ്റ്റ് കിട്ടി. ആ കിട്ടിയ സമയം മുതൽ അവിടെ മുതലാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ റിക്വസ്റ്റ് എപ്പോഴാണ് കിട്ടുന്നത്? ആ സമയം മുതല്. അപ്പൊ അവരെന്ത് ചെയ്യും? ആ റിക്വസ്റ്റ് കിട്ടിയാൽ ആ സമയം മുതൽ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പൊ അവിടെ മുതൽ അവരെന്ത് ചെയ്യും? ആ റിക്വസ്റ്റ് കിട്ടിയാല് ആ കിട്ടിയിരിക്കുന്ന സാമ്പിൾ അനുസരിച്ച് അവർ കൊടുക്കാൻ പോകുന്ന ബ്ലഡും ആ ഒരു കൊണ്ടുപോകാൻ പോകുന്ന കൊടുക്കുന്ന ബ്ലഡ് ഇല്ലേ, ആ ഒരു ബ്ലഡും ആ പേഷ്യന്റിന്റെ ബ്ലഡും തമ്മിൽ എന്ത് ചെയ്യും? ക്രോസ് മാച്ച് ചെയ്യും.
അനുയോജ്യമാണോ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത് അനുയോജ്യമാണോ എന്നുള്ള ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടേ അവരെ എന്ത് ചെയ്യുള്ളൂ, ആ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കൊടുക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് സമയം എടുക്കൂലേ, ആ ഒരു ക്രോസ് മാച്ച് ചെയ്ത് അവർക്ക് ആ ഒരു ബ്ലഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ബ്ലഡ് ലഭ്യമാക്കാൻ അല്ലെങ്കിൽ അവൈലബിൾ ആക്കി നൽകാനായിട്ട് കുറച്ച് സമയം എടുക്കില്ലേ. ആ ഒരു റിക്വസ്റ്റ് ലഭിച്ചത് മുതൽ അത് അവർക്ക് കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യും, അതിനുള്ളിൽ കുറച്ച് സമയം പോകുന്നില്ലേ. അതിനെയാണ് അവിടെ എന്ത് പറയുന്നത്, ടൈം അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് എന്ന് പറയുന്നതിൽ കാൽക്കുലേറ്റ് ചെയ്തത്. മനസ്സിലായോ ജംഷീന? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അവിടെ ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ, എത്ര സമയമാണ് അവിടെ എടുക്കുന്നത് അല്ലെ, അവിടെ സമയം എടുത്ത സമയത്തിന്റെ ആകെ തുകയാണ് അല്ലെ. സം ഓഫ് ടൈം ടേക്കൺ, എടുത്ത സമയം, അവിടെ ആ ഒരു റിക്വസ്റ്റ് കിട്ടി അത് അവർക്ക് ലഭ്യമാകുന്നത് വരെ എടുത്ത ആ ഒരു സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓഫ് റിസർവ്ഡ്. എത്ര ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് ആണ് അവരവിടെ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയത്, അതിൽ എത്ര സമയമാണ് നമുക്ക് ലഭിക്കാനായിട്ട് എടുത്തത്. അതാണ് അവിടുത്തെ പെർസെന്റേജ് അല്ലെങ്കിൽ അവിടുത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സം ഓഫ് ടൈം ടേക്കൺ, എടുത്ത സമയം അല്ലെ, ആ ഒരു സാധനം റിക്വസ്റ്റ് കിട്ടി നമുക്ക് ആ സാധനം അവൈലബിൾ ആക്കി നൽകുന്നത് വരെ എടുത്ത ടോട്ടൽ സമയമാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇനി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ്, അവിടെ ക്രോസ് മാച്ച് ചെയ്ത് നോക്കി അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് നോക്കിയിട്ടുള്ള ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിന്റെ ആകെ എണ്ണം. മനസ്സിലായോ? 20th ക്ലിയർ ആയോ? ഓക്കെ ആണോ? 20 എണ്ണം വരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഒരെണ്ണം കൂടി എടുത്തോട്ടെ. 21st nurse patient ratio നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു സിമ്പിൾ ആയിട്ട് ചെറിയതാണ് കേട്ടോ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, ഇനി ഓരോ ഇപ്പൊ ICUവിലാണെങ്കിലും വാർഡുകളിലാണെങ്കിലും നേഴ്സിന്റെയും പേഷ്യൻസിന്റെയും റേഷ്യോ നോക്കാറില്ലേ? ICUവിൽ നിങ്ങൾ പഠിച്ചില്ലേ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എത്രയാന്നാ പഠിച്ചേ? എത്രയാന്നാ പഠിച്ചത് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ICUവില്? മറന്നുപോയോ? എത്രയാന്നാ പഠിച്ചേ? മറന്നു അല്ലേ? ഓരോ എന്താണ് ഫസ്റ്റ് മോഡ്യൂള് സെക്കൻഡ് മോഡ്യൂൾ ഒക്കെ കഴിയുമ്പോ അതവിടെ മറന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് പോരാണ്. മാച്ച്ഡ് റിസർവ്ഡ് എന്ന് പറയുന്ന ഒരു സെയിം മീനിങ് വരുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ അവിടെ മറ്റേ ഡിവൈഡ് അല്ല വരുന്നത് കേട്ടോ. ഓർ എന്ന് പറയില്ലേ നമ്മള്, മാച്ച്ഡ് ഓർ റിസർവ്ഡ്, അങ്ങനെ ആ ഒരു മീനിങ് ആണ് കേട്ടോ. ആരാണ് ചോദിച്ചത്? പ്രിയ. ക്ലിയർ ആയോ പ്രിയ? ഓർ എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ അവിടെ വരുന്നത്. മാച്ച്ഡ് ഓർ റിസർവ്ഡ് എന്നുള്ള മീനിങ് ആണ്, അല്ലാതെ മറ്റേ ഡിവിഷൻ അല്ല കേട്ടോ. ഓക്കെ, നോക്കി ICUവിന്റെ എത്രയായിരുന്നു? ആർക്കും ഓർമ്മയില്ല, എല്ലാവരും മറന്നു അല്ലെ? 1:1 or 1:2 ആണോ പഠിച്ചത്? ആണോ? ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് അല്ല രണ്ട് പേഷ്യന്റിന് ഒരു നേഴ്സ് റേഷ്യോ അല്ലേ പഠിച്ചത്? 1:1 or 1:2 ആണോ പഠിച്ചത്? അതാണോ? ഓർമ്മയുണ്ടോ? പറഞ്ഞപ്പെങ്കിലും ഓർമ്മ വന്നോ? ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താണ്, വാർഡുകൾക്കും അതിൻ്റെതായ റേഷ്യോ ഉണ്ട് അല്ലെ. ഇപ്പൊ ജനറൽ വാർഡിലാണെങ്കിൽ പ്രധാനമായിട്ടും 1:6 ആയിരിക്കും. അതുപോലെ സ്പെഷ്യൽ വാർഡില് സ്പെഷ്യലൈസ്ഡ് വാർഡുകളിലാണെങ്കിൽ 1:4 ആയിരിക്കും. ആ ഒരു റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് അവിടെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം അനുസരിച്ചല്ലേ നമ്മൾ ആ ഒരു നേഴ്സിന്റെ റേഷ്യോ കാണുന്നത് അല്ലെ. നോക്കി ഫോർമുല, നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, അവിടെ ആകെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. എന്താ, അവിടെ കൈവശപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ വന്ന് കൈവശപ്പെടുത്തിയിരിക്കുന്ന ബെഡുകളുടെ എണ്ണം വേണ്ടേ? അവിടെ ആ ബെഡൊക്കെ ഒക്യുപ്പൈഡ് ആണ്, അവരെല്ലാം ഓരോ പേഷ്യൻസും അത് വന്ന് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്.
അപ്പൊ ആ ഒരു ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ബെഡുകളുടെ എണ്ണം അല്ലെങ്കിൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ആകെ ബെഡുകളുടെ എണ്ണത്തില് എത്ര എന്ത് ചെയ്യണം, അതാണ് ഡിവൈഡ് ചെയ്യുന്നത്. ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്, നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, അവിടെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകളുടെ മൊത്തം എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്സ്. എന്താ, എത്ര പേഷ്യൻസ് ആ ഒരു ബെഡുകള് എന്ത് ചെയ്തു, ഒക്യുപ്പൈ ചെയ്തു അല്ലെങ്കിൽ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേഷ്യൻസ് ആ ഒരു വാർഡിൽ എത്ര പേഷ്യൻസ് ഓൾറെഡി ഉണ്ട് എന്ന് നോക്കിയാലും മതി അല്ലെ. അപ്പൊ ആ ഒരു എത്ര പേഷ്യൻസ് ഓൾറെഡി ഉണ്ട്, അതുപോലെ തന്നെ എത്ര സ്റ്റാഫുകൾ ഉണ്ട് എന്നതിനനുസരിച്ചാണ് അവിടെ നഴ്സ് പേഷ്യന്റ് റേഷ്യോ തീരുമാനിക്കുന്നത്. ക്ലിയർ ആണോ? ട്വന്റി ഫണ്ട് ഓക്കെ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ 21 എണ്ണമാണ് നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് വായിച്ചിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഇത് വായിക്കാതെ ഇത് കിട്ടില്ല കേട്ടോ. ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഫോർമുലാസ് 1 2 ഒക്കെ എപ്പോഴും ചോദ്യം വരാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും വരാറുള്ള ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.